മൂന്നാറിൽ KSRTC ഡബിൾ ഡെക്കർ ബസിന്റെ മുൻഭാഗത്തെ ചില്ല് തകർന്നു. ബസ് അറ്റകുറ്റപ്പണികൾക്കായി ഗ്യാരേജിൽ കയറ്റുന്നതിനിടെ സംഭവിച്ച പാളിച്ചയാണ് മുകൾ ഡെക്കറിന്റെ മുൻഭാഗത്തെ ചില്ല് പൊട്ടാൻ ഇടയാക്കിയതെന്നാണ് വിവരം. സംഭവത്തെ തുടർന്ന് ബസിന്റെ ഇന്നത്തെ സർവീസ് നിലച്ചു. സംഭവത്തിൽ ബന്ധപ്പെട്ടവർ ജീവനക്കാരോട് വിശദീകരണം തേടി. മൂന്നാർ മുതൽ ആനിയിറങ്ങൽ വരെ വിനോദസഞ്ചാരികളുമായി സർവീസ് നടത്താനെത്തിച്ച ഡബിൾ ഡെക്കർ ബസിന്റെ സർവീസ് ഇതിനോടകം വലിയ സ്വീകാര്യത നേടിയിട്ടുണ്ട്. സഞ്ചാരികളുടെ മികച്ച പ്രതികരണവുമായി ബസ് സർവീസ് നടന്നു വരുന്നുണ്ട്. ഇതിനിടെയാണ് ബസിന്റെ മുകൾ ഡെക്കറിന്റെ മുൻഭാഗത്തെ ചില്ല് പൊട്ടിയ നിലയിലുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. ബസ് അറ്റകുറ്റപ്പണികൾക്കായി ഗ്യാരേജിൽ കയറ്റുന്നതിനിടെ സംഭവിച്ച പാളിച്ചയാണ് ചില്ല് പൊട്ടാൻ ഇടയാക്കിയതെന്നാണ് വിവരം. സംഭവത്തെ തുടർന്ന് ബസിന്റെ ഇന്നത്തെ സർവീസ് നിലച്ചു. യാത്രയ്ക്കായി മുമ്പേ ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നവർക്ക് KSRTC തുക മടക്കി നൽകി. ബസിന്റെ കേടുപാടുകൾ ഇന്ന് പരിഹരിക്കുമെന്നും സംഭവത്തിൽ ജീവനക്കാരോട് വിശദീകരണം തേടിയതായും ബസ്സുമായി ബന്ധപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു. ബസ്സിനുള്ളിലെ അലങ്കാര ലൈറ്റുകൾ തെളിച്ച് ബസ് ഓടിക്കരുതെന്ന ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം ലംഘിച്ച് കഴിഞ്ഞ ദിവസം ബസ് സർവീസ് നടത്തിയതും വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണിപ്പോൾ ജീവനക്കാരുടെ ഭാഗത്തുനിന്നും മറ്റൊരു പാളിച്ച സംഭവിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.